ഹൈറിച്ചിന്റെ പുതുപുത്തൻ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്. നിങ്ങളൊന്നും നിങ്ങൾ അറിയാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. നമുക്കറിയാം ഒരുപാട് ആൾക്കാർ, കോടിക്കണക്കിന് 1,80,00,000 ആൾക്കാർ നാളെ 9-ാം തീയതി ഹൈറിച്ച് നിയമപരം എന്ന് അത് പറയൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേങ്കിൽ പുതുതായിട്ട് നാളെ തന്നെയാണ് ഇതും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വിവരമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഡിസംബർ 1-ാം തീയതി ആയിരുന്നു GST അധികൃതർ നികുതി വെട്ടിപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പ്രതാപനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം 5 ദിവസത്തിന് ശേഷം പ്രതാപനെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള കാരണങ്ങൾ പറഞ്ഞ് GST അധികൃതർ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി നാളെയാണ് അവസാനത്തെ ദിവസം എന്ന് പറയുന്നത്. നാളെ അതിന് തൃപ്തികരമായിട്ടുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ പ്രതാപനെ GST അധികൃതരും തൂക്കും എന്നുള്ള പുതിയ അറിവാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ്. GST അടയ്ക്കാൻ നമ്മൾ GST അടച്ചിട്ടുണ്ട്, നമ്മൾ ബിസിനസ് നിയമപരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST അധികൃതർ അതിൻ്റെ ബാക്കി വരുന്ന 400 കോടി അടയ്ക്കാൻ പറയും. അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനി അത് നമുക്ക് GST ബാധകമല്ല, നമ്മൾ അങ്ങനെയാണെങ്കിൽ ബഡ്സുകാർ ഇവരെ പിന്നെ വളരെ സിമ്പിളായിട്ട് ഇവർക്കെതിരെയുള്ള എല്ലാ ഫണ്ടുകളും സ്വീകരിച്ചത് ഇവർ നിയമപരമല്ല എന്നുള്ള കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല. വിധി ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. പിന്നെ നാളെ അത് കോടതിയിൽ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. വിധി എന്തായാലും നിങ്ങൾക്ക് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് വിധി നിങ്ങൾക്ക് അനുകൂലമാവാൻ ഒരു സാധ്യതയുമില്ല. എന്നാലും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഇത് നമുക്ക് ആദ്യമായിട്ടല്ല കോടതിയിൽ നിന്ന് തിരിച്ചടികൾ കിട്ടുന്നത്. ഇതിന് മേലെയും ഒരുപാട് കോടതികളുണ്ട്. അഭിലാഷ് സാർ പറഞ്ഞ പോലെ ഒരുപാട് ബെഞ്ചുകളും കസേരകളും മേശകളും ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഒരു കാര്യമേ അല്ല. ഇത് സെക്ഷൻ കോടതിയാണ്. സെക്ഷൻ കോടതിക്ക് മേലെയും ഒരുപാട് ബെഞ്ചുകളും കസേരകളുമുള്ള കോടതികൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ബൈ ബൈ.